നമസ്കാരം. ആയുർ ഹെൽത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏറ്റവും കൂടുതൽ പോഷകമൂല്യമുള്ള ഒരു പച്ചക്കറിയാണ് വെണ്ടയ്ക്ക. ലേഡീസ് ഫിംഗർ, ഓക്ര, ഭിണ്ടി എന്നൊക്കെ ഇതിനെ വിളിക്കാറുണ്ട്. വിറ്റാമിനുകൾ, മിനറലുകൾ, മറ്റ് ഓർഗാനിക് സംയുക്തങ്ങൾ തുടങ്ങിയവ ധാരാളമുണ്ട് വെണ്ടയ്ക്കയിൽ. വിറ്റാമിൻ എ, വിറ്റാമിൻ ബി, സി, ഇ, വിറ്റാമിൻ കെ എന്നിവയൊക്കെ ധാരാളമായി വെണ്ടയ്ക്കയിൽ അടങ്ങിയിട്ടുണ്ട്. കൂടാതെ കാൽസ്യം, അയൺ, മഗ്നീഷ്യം, പൊട്ടാസ്യം, സിങ്ക് എന്നിവയും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. പിന്നെ ഉയർന്ന അളവിൽ നാരുകളും ഇതിലുണ്ട്. ദിവസവും വെണ്ടയ്ക്ക കഴിക്കുന്നത് ദഹന സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിധിവരെ ഗുണം ചെയ്യും. അതുകൂടാതെ ഇതിലുള്ള ബീറ്റാ കരോട്ടിൻ, ലൂട്ടിൻ എന്നിവ കാഴ്ചശക്തി വർദ്ധിപ്പിക്കാനും നല്ലതാണ്. പ്രമേഹമുള്ളവർക്ക് വെണ്ടയ്ക്ക കഴിക്കുന്നത് നല്ലതാണ്. പ്രമേഹമുള്ളവർക്ക് ഇതെങ്ങനെ കഴിക്കേണ്ടതെന്ന് നോക്കാം. ഒന്നാമത്തെ മെത്തേഡ്, 2 വെണ്ടയ്ക്ക കഴുകി വൃത്തിയാക്കിയ ശേഷം നടുവേ പിളർന്ന് ഒരു ഗ്ലാസ്സിലോ പാത്രത്തിലോ ഇടുക. വെണ്ടയ്ക്ക ഇട്ട് വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് മുങ്ങിക്കിടക്കാൻ പാകത്തിൽ വെള്ളമൊഴിക്കുക. ഒരു രാത്രി മുഴുവൻ ഇങ്ങനെ വെച്ച് പിറ്റേന്ന് വെണ്ടയ്ക്ക മാറ്റി ഈ വെള്ളം അരിച്ചെടുത്ത ശേഷം വെറും വയറ്റിൽ കുടിക്കാം. പിന്നെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്, അരി നല്ലപോലെ തിളച്ച് വരുമ്പോൾ കുറച്ച് കഞ്ഞിവെള്ളം ഒരു പാത്രത്തിലേക്ക് മാറ്റുക. അല്ലെങ്കിൽ അരി വാർത്ത ശേഷമുള്ള കഞ്ഞിവെള്ളം എടുക്കുക. ഈ കഞ്ഞിവെള്ളത്തിലേക്ക് വൃത്തിയാക്കിയ 4-5 വെണ്ടയ്ക്ക വട്ടത്തിൽ അരിഞ്ഞിടുക. 1 ഗ്ലാസ് കഞ്ഞിവെള്ളത്തിന് 4 വെണ്ടയ്ക്ക മതിയാവും. ഒരു രാത്രി മുഴുവൻ ഇങ്ങനെ വെച്ച ശേഷം പിറ്റേന്ന് അരിച്ചെടുത്ത് വെറും വയറ്റിൽ കുടിക്കുന്നത് പ്രമേഹം നിയന്ത്രിക്കാൻ വളരെ നല്ലതാണ്. കൂടാതെ ചർമ്മ സംബന്ധമായ രോഗങ്ങളെ പ്രതിരോധിക്കാനും ത്വക്ക് രോഗങ്ങൾ ഇല്ലാതാക്കുന്നതിനും ത്വക്കിൻ്റെ ആരോഗ്യം സംരക്ഷിക്കുന്നതിനും വെണ്ടയ്ക്ക പതിവായി കഴിച്ചാൽ കോൺസ്റ്റിപ്പേഷൻ, ഗ്യാസ് ട്രബിൾ എന്നിവ ഒഴിവാക്കാം. പിന്നെ ദിവസവും വെണ്ടയ്ക്ക കഴിച്ചാൽ ശരീരത്തിൽ അമിതമായി കൊഴുപ്പ് അടിഞ്ഞുകൂടില്ല. വെണ്ടയ്ക്കയിൽ അടങ്ങിയിരിക്കുന്ന നാരുകൾ ശരീരത്തിൽ അടിഞ്ഞുകൂടുന്ന അമിത കൊഴുപ്പ് നീക്കം ചെയ്യാൻ സഹായിക്കും. വെണ്ടയ്ക്കയിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ സി രോഗപ്രതിരോധ ശേഷി കൂട്ടാനും ജലദോഷം, ചുമ തുടങ്ങിയ ശ്വാസകോശ രോഗങ്ങളെ പ്രതിരോധിക്കാനും വെണ്ടയ്ക്ക നല്ലതാണ്. വൃക്ക സംബന്ധമായ പ്രശ്നമുള്ളവർ വെണ്ടയ്ക്ക ദിവസം കഴിക്കുന്നത് ഒഴിവാക്കുക. കാരണം ഇതിലുള്ള ഓക്സലേറ്റുകൾ വൃക്കയിലും പിത്താശയത്തിലുമൊക്കെ കല്ല് രൂപപ്പെടാൻ കാരണമാകുന്നു. അതുകൊണ്ട് ഇത്തരക്കാർ ദിവസം വെണ്ടയ്ക്ക കഴിക്കുന്നത് ഒഴിവാക്കുക. വെണ്ടയ്ക്കയെക്കുറിച്ചുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അറിവിലേക്കായി ദയവായി ഈ വീഡിയോ ഷെയർ ചെയ്യും. ഇനി അടുത്ത വീഡിയോയിൽ മറ്റൊരു നല്ല വിഷയമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി.